വെൽക്കം ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. ഞങ്ങൾ ഇന്ന് ഗാർഡൻ ബെഡിലുള്ള സോയിൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവാ. ഓക്കെ, ഞങ്ങൾ ഗാർഡൻ ബെഡൊക്കെ മൊത്തം അഴുക്കായി കിടക്കുമായിരുന്നു, മൊത്തം കളയൊക്കെ പിടിച്ചു കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്ത് അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്നപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രൊസീജിയറാണ് നമുക്ക് ഈ സാധനം ഗാർഡനിലെ സോയിൽസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള സോയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ സോയിലും ഗാർഡൻ മിക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നുകൂടി ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ പിള്ളേർ കുട്ടങ്ങളൊക്കെ കൂടെ ഓരോരോ സാധനങ്ങളും ഓരോരോ ഗിയർ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഈ സാധനം ഉണ്ട്, ഈ ഫോക്കുണ്ട്, പിന്നെ സ്പെയ്ഡ് ഉണ്ട്, പിന്നെ മണ്ണെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദിവയുണ്ട്. സേ ഒരു ഹായ് പറഞ്ഞ ദിവ. ഓക്കെ, നമുക്ക് ആദ്യം അപ്പോൾ നമുക്ക് ഗാർഡൻ ബോക്സിൽ നിന്ന് തുടങ്ങാം. ചെറിയ ചെറിയ ഗാർഡൻ ബോക്സിലേക്ക് തുടങ്ങിയിട്ട് വലിയ വലിയ ഗാർഡൻ ബോക്സിലേക്ക് മാറാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിനകത്തുള്ള മണ്ണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി അടിഭാഗത്തെ മണ്ണൊന്ന് ഇളക്കിയിട്ട് പിന്നീട് നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന മണ്ണ് നമ്മൾ ഒന്നിന്റെ പൊക്കത്തേക്ക് മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് വരുന്നത്. താമസിക്കാണ്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഈ ഗാർഡൻ ബോക്സ് ആണ് ആദ്യം അങ്ങോട്ട് മണ്ണിളക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മണ്ണങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഞാനും അച്ഛനും കൂടെ തകൃതിയായിട്ട് മണ്ണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് പുറത്തേക്ക് കളയല്ല കേട്ടോ. ഈ ഗാർഡൻ ബോക്സിൽ അത്യാവശ്യം നല്ല മണ്ണുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇത് വലുതായിട്ട് താന്നു പോയിട്ടില്ല. അവലും കൂടെ നിന്നിട്ടിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി വേണം നമുക്ക് ഈ സാധനം ചെയ്യാൻ. നമ്മളല്ലോ ഇതിന്റെ അടിയിലുണ്ടല്ലോ മറ്റേ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടല്ലോ മണ്ണായിട്ടുണ്ട്. ഇപ്പൊ നല്ല പോലെ മണ്ണായിട്ട് വന്നിട്ടുണ്ട്. ഓ അച്ഛാ, മഴ പെയ്യുവാണ് അച്ഛാ. നല്ല വെയില് കണ്ട് ഗാർഡനിങ് ഇറങ്ങിയ മഴ പെയ്തു തുടങ്ങി. ഇതാണ് ഓക്ലൻഡ്. ഒന്നും ചെയ്യാനും സമ്മതിക്കത്തില്ല. ഓക്കെ എടാ, മഴയാടാ, നമുക്ക് മഴയാണ്. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് മഴ കുറയുമ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ വന്നെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മള് ഗാർഡൻ ബോക്സസ്. ഇത് നമ്മള് ഫുള്ള് മണ്ണ് മിക്സ് ചെയ്യാൻ പോയതുകൊണ്ടാ മണ്ണ് ഇരുന്ന് അങ്ങോട്ട് ഉറച്ചു പോയി. ഒരു ലെവല് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് മണ്ണ് ഒത്തിരി താന്നുപോയി. ഇതൊന്നും ഉള്ള മണ്ണ് നമ്മൾ ആദ്യമേ മിക്സ് ചെയ്തതിന്റെ പൊക്കത്ത് നമ്മൾ മണ്ണടിച്ച് ലോഡ് ചെയ്യാൻ പോകാം. മണ്ണ് വേറെ വീണ്ടും ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇന്ന് ആദ്യം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ബേസ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ടോപ്പ് ചെയ്യാൻ പോകും. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കൃഷി ചെയ്തതിന്റെ ഇവിടെ നമ്മള് മുളകും ക്യാപ്സിക്കും ഒക്കെ എല്ലാം കൃഷി നല്ല ഹൈലി ന്യൂട്രീഷൻ സാധനമാണ്. ഇതിനകത്ത് പകുതിയോളം ഞങ്ങള് മരത്തിന്റെ ചില്ലയും ബേസ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചാണ് ബേസ് റെഡിയാക്കി. ഈ ഗാർഡൻ ബോക്സ് വെച്ചപ്പോ എല്ലാം ഇത് കമ്പോസ്റ്റ് ഇത് കണ്ടോ, മണ്ണിന്റെ ഇത് കണ്ടോ. ഇപ്പം നല്ല ഇളക്കമുള്ള മണ്ണാ കേട്ടോ. നമ്മള് ചിലപ്പം വിചാരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ചെളിയൊക്കെ വന്നിട്ട് നമുക്ക് ഇളക്കമുള്ള മണ്ണ് കിട്ടത്തില്ല. ഇതിപ്പോ കമ്പോസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് കിച്ചൺ വേസ്റ്റും കുറെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ടിരിക്കുന്നോണ്ട് ഇത്ര ഇളക്കമുള്ള മണ്ണ് കിട്ടി കേട്ടോ. ഇനിയിപ്പം നമ്മള് വീണ്ടും ഗാർഡൻ മിക്സ് ഒക്കെ മിക്സ് ചെയ്ത് ഫെർട്ടിലൈസർ ഒക്കെ മിക്സ് ചെയ്ത് ഇടാൻ വേണ്ടി പോവാണ്. അതിന്റെ മുകളിൽ നമ്മൾ നമ്മുടെ എന്താ പറയാ സീഡ്ലിങ്, അതായത് മുളപ്പിച്ച് വെച്ചേക്കുന്ന വിത്ത്, അതിനെന്നാ പറയണേ, തൈകള് വെജിറ്റബിൾസിന്റെ തൈ നമ്മള് എടുത്തു വെക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം എല്ലാം പ്രിപ്പയർ ചെയ്ത ശേഷം ഒരുമിച്ച് ഞങ്ങൾ എല്ലാം കൂടെ എടുക്കുന്നുള്ളൂ. അപ്പൊ ഒരുമിച്ച് തന്നെ എല്ലാം കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. അപ്പൊ ആദ്യം ഫുള്ളായിട്ട് നമുക്ക് ഈ ഗാർഡൻ ബോക്സ് ഫുള്ള് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാ. ആ പ്രിപ്പയർ ചെയ്ത ശേഷം അത് അടുത്ത ഒരു എന്താ പറയാ ദിവസമോ അല്ലെങ്കിൽ ഈ 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് എല്ലാം ചെയ്ത് തീർക്കണം. അതിനുവേണ്ടിയുള്ള പരിപാടികളാ. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ നമ്മൾ ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മള് കിച്ചൺ വേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പുറത്ത് കളയാണ്ട് നമ്മുടെ ഗാർഡൻ ബോക്സിൽ യൂസ് ചെയ്ത്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഞാൻ കാണിച്ചത്. ഈ മണ്ണ് കണ്ട, ഇത് മെജോറിറ്റി കിച്ചൺ വേസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ഗാർഡൻ ബോക്സ് നമ്മൾ ഈ ഫിൽറ്ററിൽ കൃഷി ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടിട്ട് ഇതിനകത്തേക്ക് കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിനകത്ത് തന്നെ ഇരുന്ന് നാച്ചുറലി കമ്പോസ്റ്റായി നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ കാണാം ആ മണ്ണിൻ്റെ ഒരു ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സാധനം ഉണ്ടാവും. അതാണ് ഞങ്ങൾ ഓർഗാനിക്കലി നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം ചെയ്തെടുക്കും. നമ്മൾ പിന്നെ നമുക്ക് കുറച്ചൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്പേസസ് ഗാർഡൻ പാച്ചസ് കൂടുതലായതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഗാർഡൻ മിക്സും കൂടെ വാങ്ങിച്ചത്. ബട്ട് നാച്ചുറലി നമ്മൾ ഓൾറെഡി നമ്മൾ വീട്ടിൽ തന്നെ
ചെയ്തെടുക്കാറാ പതിവ്. അപ്പം ഇത് ഇത് കിച്ചൺ വേസ്റ്റും അല്ലെ ഇങ്ങനെയുള്ള കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോ എന്നാന്ന് വെച്ചാൽ ഈ മണ്ണ് അങ്ങോട്ട് താന്ന് പോവാ, മണ്ണിന് ബലം കുറവാണ്. ബലം കുറവാ. അപ്പൊ നമുക്ക് കുറച്ച് സോയിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഭൂമി ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ട് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ നമ്മുടെ ഈ സോയില് ഒലിച്ചു പോകത്തില്ലേ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടാ. ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് ഈ ഏരിയയിലേക്ക്. ഈവൻ ഗാർഡൻ ബോക്സ് ഇട്ടാലും അതിന്റെ താഴോട്ട് ഇതെല്ലാം കൂടെ ഉറഞ്ഞ് അതിന്റെ അളവ് നമുക്ക് കുറഞ്ഞു പോകും. അപ്പൊ നമ്മൾ എപ്പോഴും പുതിയതായിട്ട് കൂടുതലും മണ്ണോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ട് അത് എന്താ പറയുന്നത് നിറച്ച് കൊടുക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ഗാർഡൻ ബോക്സ് നമുക്ക് കാച്ചു മറിക്കാം. ഇത് നമ്മുടെ 4 ഗാർഡൻ ബോക്സ് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിൽ രണ്ടാമത്തെ ഗാർഡൻ ബോക്സ് ആണ്. ഒരെണ്ണത്തിൽ നമ്മൾ കോളിഫ്ലവറും ക്യാബേജൊക്കെ ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് അതുമേ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ബാക്കിയുള്ള ഗാർഡൻ ബോക്സ് നമുക്ക് ഇളച്ച് മറിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ചില ക്യാരറ്റൊക്കെ നല്ല ഇതായിരുന്നു, പക്ഷെ ഈ സൈഡിലിട്ട സാധനങ്ങളൊക്കെ ഈ മണ്ണിന് ക്യാരറ്റൊക്കെ ഇടുമ്പോൾ നമ്മളെ മണ്ണിന് നല്ല കട്ടി വരും. ഇത് കൂടുതലും കമ്പോസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു കറക്റ്റ് ഷേപ്പിലോ അങ്ങനെയൊന്നും നമുക്ക് ക്യാരറ്റ് കിട്ടിയില്ല. എന്നാലും കുറെ ഉണ്ടായിരുന്നുണ്ട് നമുക്ക്. ഈ വർഷം പകുതിയോടെ ആണ് യൂസ് ചെയ്ത് തീർത്ത്. കഴിഞ്ഞ വർഷം അല്ല ഈ വർഷം ആദ്യം വിളവെടുത്ത സാധനങ്ങളൊക്കെ. ഇത് കണ്ട ഇവിടുത്തെ എർത്ത് വോംസ് കണ്ട, എന്നാ പിന്നെ എർത്ത് വോമാണെന്ന് നോക്കി. ഞങ്ങളുടെ കൊച്ചു കർഷകർ ഞങ്ങളുടെ മണ്ണെല്ലാം ഇളക്കി തരികയാണ്. തുടങ്ങട്ടെ, പോയിക്കോട്ടെ. എന്റെ പൊന്നോ, വേമുണ്ടോ ദീപ അവിടെ? വേമിനെ കണ്ടോ ദീപ? വേമിനെ കണ്ടോ? വേമിനെ കണ്ടോ? നോ വേംസ്, നോ കണ്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രൊക്കോളി വിളവെടുത്തില്ലായിരുന്നു. അപ്പൊ ഇതാണെങ്കിൽ കുറെയൊക്കെ പൂവിട്ട് പോവാ, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിത് ബാക്കി മിച്ചം ഉണ്ടായിരുന്നതും കൂടെ ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടി പോവാണേ. പിന്നെ ഇതിന്റെ താഴെയുള്ള ലീവ്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം, അപ്പൊ അതൊന്ന് വൃത്തിയായിട്ട് നിൽക്കും. ശരിക്കും ഇത് വെജിറ്റബിൾസിന്റെ ഒക്കെ റൂട്ട് ഒരു ഏകദേശം കുറച്ചൊരു 10 to 20 സെന്റിമീറ്റേഴ്സിലൊക്കെ താഴത്തേക്ക് അങ്ങനെ അധികം പോകാറോ. ഒരു 30 സെന്റിമീറ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ പോകുമായിരിക്കും. 30 സെന്റിമീറ്റർ ഒന്നും പോകുന്നൊന്നുമില്ല, ഒരു 20 സെന്റിമീറ്റർ ഒക്കെ വരെ. ഇത് ഏകദേശം ഒരു 30 to 45 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ബേസ് ആയിട്ട് നമുക്ക് എടുക്കുന്ന ഗാർഡനിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഇപ്പൊ മണ്ണിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് തന്നെ ഇരുന്ന് സാധനം എർത്ത് വോംസ് ഈ കമ്പോസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള മണ്ണ് കമ്പോസ്റ്റ് ഗാർഡനിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാൽ മതി. നമുക്ക് കുറച്ച് ബ്രൊക്കോളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ ബ്രൊക്കോളി വിളവെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വൈകുന്നേരം പിള്ളേർക്ക് ഒന്ന് എന്താ പറയാ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഇച്ചിരി പൊട്ടാറ്റോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് കഴിച്ചോളൂ. എഗ്ഗും വേണം. എഗ്ഗ് ഇടാം. ഓക്കെ, you need to always have a protein in your food. ഓക്കെ. അപ്പൊ ഇതിന്റെ കണ്ടോ, ഞാൻ ഇതിന്റെ ലീവ്സ് എല്ലാം, അതായത് ഡേർട്ടി ആയിട്ടുള്ള ലീവ്സ് എല്ലാം അതിനകത്തൊന്ന് മാറ്റി അതിനൊരു പ്രകാശം വെച്ചിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമുക്ക് അതിന്റെ അടിയിൽ ഒറ്റപ്പടിയായിട്ട് ഇടാൻ വെച്ചാ ഓൾറെഡി എടുത്തോ, ഞാൻ മൂടി കളഞ്ഞു. കാരണം എനിക്ക് ഇതിന്റെ കൂടെ ലീവ്സ് എടുക്കാനുണ്ട്. ഇതെല്ലാം ഇതിനകത്തേക്ക് കിട്ടും. ഇതിനകത്തേക്ക് എന്തായാലും കുറവാ. നമ്മളുടെ കോളിഫ്ലവറിന്റെ ആണെങ്കിലും ഇലകളൊക്കെ താഴെ ഈ പഴുത്ത ഇലകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളങ്ങ് പറിച്ചു കൊടുക്കുക. അപ്പൊ എന്നിട്ട് അതിന്റെ അടിയിലോട്ട് നമുക്ക് ഇച്ചിരി വളവും ഇച്ചിരി മണ്ണും പിന്നെ ഇച്ചിരി കമ്പോസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് റെഡി ആക്കി എടുക്കുവാണ്. കഴിഞ്ഞ നമ്മള് ഇതിനകത്ത് ഇട്ടപ്പോഴാന്ന് ചോദിച്ചല്ലേ ഇതിന്റെ ലീവ്സ് തോരനാക്കി, അതായത് നമ്മുടെ ബ്രൊക്കോളിയുടെ ലീവ്സ് തോരനാക്കാവോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരുന്നു. പല ടൈപ്പിലുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാം. ഞാനിങ്ങനെ യൂട്യൂബിലൂടെ പല വീഡിയോസ് റിസർച്ച് ചെയ്തപ്പോ അതൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാവുന്ന സാധനങ്ങളാ. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് ഇടാം. സാധാരണ നമ്മൾ ബ്രൊക്കോളി എന്നല്ലേ പറയുന്നത്, കാണാറുള്ളൂ പൊതുവെ. പക്ഷെ ബ്രൊക്കോളി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മുടെ ആ വീഡിയോയിൽ ഒരു കമന്റ് വന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതേ ബ്രൊക്കോളി, അത് വേറൊരു ടൈപ്പ് ഒരു ബ്രൊക്കോളിയാണ്. കാരണം എല്ലാം കൂടെ കൂടിയിരിക്കുന്ന ഒന്ന് ആയി കഴിയുമ്പോൾ അതെല്ലാം കൂടെ കൂടിയിരിക്കുന്നതിന് വേറെ പ്രത്യേക നീളമായിട്ടുള്ള സ്റ്റെമ്മോ അങ്ങനെയൊക്കെ ഉണ്ട് അതിന്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ വീഡിയോ കഴിയുമ്പോൾ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും.
which is great. Knowledge is to share. ഇല്ല അതെ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എന്റെ അടിയില് എക്സ്ട്രാ ലീവ്സ് ഉണ്ടായിരുന്നല്ലേ പറിച്ചെടുത്ത് അപ്പൊ കൊറേ ക്ലീൻ ആയിരുന്നു. ഇലകളൊക്കെ കൊറേ ഇലകളെല്ലാം കരിഞ്ഞ് കിടപ്പുന്നതാണ്. അപ്പൊ അതെല്ലാം ഇത് ക്ലീൻ ചെയ്തിടുക. ഈ സെയിം സാധനം തന്നെ അടുത്ത ഗാർഡൻ ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. ഈ സാധനമൊക്കെ എർത്ത് വേംസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഈ ബ്രക്കോളിയും ഈ ലീഫി വെജിറ്റബിൾസിന്റെ ഒക്കെ ബ്രക്കോളിയും എന്താണ് കോളിഫ്ലവറും ക്യാബേജിന്റെ ലീവ്സ് ഒക്കെ അത് നേരെ ഗാർഡൻ ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കടന്നങ്ങോട്ട് നൈസായിട്ട് അങ്ങ് നിൽക്കുള്ളൂ. ഇതൊന്ന് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്ത് അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ അതവിടെ ആയി. ഞാനിനി അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോകും. ഇപ്പൊ എന്തായാലും ഇതിന്റെ പൊക്കത്തേക്ക് വീണ്ടും മണ്ണ് വരാനുണ്ട്. ഞാൻ ഈ പൊട്ടറ്റോ എടുക്കാൻ കളയാൻ പോകണേ. ഞാൻ അളക്കാൻ പോവാ. അത് എടുത്തോ. നമുക്ക് അവിടെ വേറെ ഒരെണ്ണം വെക്കാം. ഇതിനകത്ത് ചെറുതോറുണ്ടല്ലോ. കണ്ടോ പൊട്ടറ്റോ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ബേബി പൊട്ടറ്റോ ഉണ്ടോ? ബേബി പൊട്ടറ്റോ ആണ്. ഈ ചെറി ടൊമാറ്റോസ് ഒക്കെ പറയുന്ന പോലെ അത് വലുതായിട്ടില്ല ആക്ച്വലി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് കൊടുത്താ വിന്ററിന്, പക്ഷെ അതൊന്നും പിടിച്ചില്ല. ചെറിയ ചെറിയ പൊട്ടാറ്റോസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോ കിട്ടിയായിരുന്നു. പിന്നെ നമ്മളീ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊട്ടാറ്റോസ് ഒക്കെ ഈ മുളച്ചൊക്കെ വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ രണ്ടായിട്ട് മുറിച്ച് ഗാർഡനിൽ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് കിളുത്ത് വരും കേട്ടോ. കുറച്ച് നാൾ എടുക്കും പൊട്ടാറ്റോസ് വളർന്ന് അതിന്റെ വേരൊക്കെ പിടിച്ചിട്ട് വീണ്ടും അതിനകത്ത് നിറച്ച് പൊട്ടാറ്റോസ് ഉണ്ടാകും കേട്ടോ. അപ്പം വീട്ടിൽ വെറുതെ ഇങ്ങനെ കിളുത്ത് പോകുന്ന പൊട്ടാറ്റോസ് ഒന്നും കളയണ്ട, അതൊക്കെ കൊണ്ട് ഗാർഡനിൽ കൊണ്ട് കുഴിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചാക്കിന്റെ ഒക്കെ ഇത് കിട്ടത്തില്ലേ, ചാക്ക് കിട്ടത്തില്ലേ, ഈ പ്ലാസ്റ്റിക് ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടോ, അതിനകത്തൊക്കെ ഈ കമ്പോസ്റ്റും സോയിലൊക്കെ നിറച്ചിട്ട് അതിനകത്തോട്ട് കൊണ്ട് കഴിച്ചാലും മതി കേട്ടോ. നല്ലപോലെ വിളവ് കിട്ടും. ഇത് കണ്ടോ വലുതായിട്ട് വലുതായിട്ട് വരുന്നുണ്ട്. ഒരു 1 2 3 4 5 ക്യാബേജോളം ഉണ്ട്. കോളിഫ്ലവറിന് എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല. അത് വരും തോന്നുന്നു. അത് കുറച്ചും കൂടെ ടൈം എടുക്കും തോന്നുന്നു. കോളിഫ്ലവറെ ഉള്ളില് വരുമായിരിക്കും. ഇലകള് മാത്രമേ കാണുന്നുള്ളൂ. സാധാരണ ഇതെല്ലാം ഒരുമിച്ച് നട്ടാണ്. അപ്പൊ ഞങ്ങൾ ഇത് മിക്കവാറും ഇത് ഇവിടെ തന്നെ ലീവ് ചെയ്യും. അത് കഴിഞ്ഞാൽ ആ ഒരു ബ്രക്കോളിയും കൂടെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബ്രക്കോളി മാറ്റിയിട്ട് അവിടെ വേറെ കുറച്ചും കൂടെ കോളിഫ്ലവർ ഇടാം. കോളിഫ്ലവർ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിന്ററിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. നമുക്കൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഫ്രീസ് ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ മെയിൻ ഹാർവസ്റ്റ് കഴിഞ്ഞാൽ സെക്കൻഡറിയും കൂടെ കഴിയുമ്പോൾ അതിന്റെ ഫുൾ ഇത് പോകും. സോ നമുക്ക് ഈ ഒരു ഗാർഡൻ ബോക്സും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇപ്പുറത്ത് 2 കൂടെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് വലിയ ഗാർഡൻ ബോക്സും കൂടെ കളച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ബ്രേക്ക് ചെയ്ത് ഇടുന്നുള്ളൂ. ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ പൊട്ടറ്റോസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പഴയിട്ടത് അത് അവിടെ തന്നെ കടന്ന് അത് കമ്പോസ്റ്റ് ആയിക്കോളൂ. ശരിക്കും ഞങ്ങള് കഴിഞ്ഞ വർഷം ബീട്രൂട്ടും ക്യാബേജും പിന്നെ വഴുതന ഉണ്ടായിരുന്നു, ചീര ഉണ്ടായിരുന്നു, അങ്ങനത്തെ റൂട്ട് അധികം താഴത്തേക്ക് പോകാത്ത പച്ചക്കറികളൊക്കെ ആയിരുന്നു ഇവിടെ നട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ പഴയ വീഡിയോസ് കിടക്കുന്നത്. നല്ല ഈ മുഴുപ്പിനല്ല ബീട്രൂട്ടൊക്കെ കിട്ടുമായിരുന്നു. ഭയങ്കര ടേസ്റ്റിയും കൂടെ ആയിരുന്നു കേട്ടോ. അത് നമ്മൾ എക്സസ് ആകുമ്പോൾ നമ്മളത് എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കും. പിന്നീട് എടുത്ത് യൂസ് ചെയ്യും. ഇപ്പം എല്ലാം തീർന്ന് ഇപ്പോൾ ബീൻസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഗാർഡൻ ബോക്സ് നമുക്ക് ഒന്ന് ഇളക്കാം. ഇത് നല്ല കട്ടി മണ്ണാണ് ഇത്. ഇതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ വർഷം അതിനകത്തും ക്യാരറ്റ് വെച്ചായിരുന്നു, ഇതിനകത്തും ക്യാരറ്റ് വെച്ചു. ഇതിനകത്തായിരുന്നു ബെഡർ ക്യാരറ്റ് കിട്ടി. ഇത്ര നീളത്തിലുള്ളൊരു ഇത്ര മുഴുപ്പിനുള്ള നല്ല ക്യാരറ്റ് കിട്ടി. അതിൻ്റെ വീഡിയോ എടുപ്പുണ്ട്. ഇവിടെ എപ്പോഴും ഞങ്ങൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആയിരുന്നു. പാലക്ക്, ചീര, പിന്നെ എന്താണ് സെലറി,
ഇതാണ് കുറച്ചും കൂടെ വലിയ പാച്ച്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മറിക്കാം. ഓക്കെ, ഒരു ടില്ലറൊക്കെ ചെറുതുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ പൊക്കത്തോടെ കേട്ടിട്ട് അങ്ങ് അടിച്ചു വിട്ടാൽ മതിയായിരുന്നേ. നമ്മുടെ കയ്യിൽ ടില്ലറില്ല, അതുകൊണ്ട് നമ്മൾ എല്ലാം മാനുവൽ. ഓക്കെ, അപ്പം നമ്മൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലെവലാക്കി സോയിലും ടോപ്പപ്പ് ചെയ്ത് നമുക്ക് ഗാർഡൻ ഫിലിം ഇട്ടിട്ട് സീഡ്ലിങ്സ് റെഡിയാക്കാം. അന്നപ്പോൾ ഇന്നത്തെ ഗാർഡനിങ് വർക്കാണ് ഫുള്ള്. ഇത് പഴയ മണ്ണുകളൊക്കെ എല്ലാം ഒന്ന് കിളച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഭാഗമായ ടയർഡായി. വെതറും നല്ല കാറ്റുണ്ട്, ട്രെയിൻ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.